Hello guys, welcome back to Tech&Tips. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഹാക്കിംഗ് സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ആൻഡ് ക്വയറീസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യണം. അതിനായി സെർച്ച് ബാറിൽ പോയിട്ട് CMD ടൈപ്പ് ചെയ്യുക, എന്നിട്ട് അതിനെ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക. പെർമിഷൻ ചോദിക്കും, അലോ ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കളറിൻ്റെ വൈറ്റ് കളറിന് ഗ്രീൻ കളറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കളർ 0A എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അത് കണ്ടില്ല, ഗ്രീൻ കളറായി. ഇനി നമ്മൾ കളർ ഹെൽപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. ബാക്കിയുള്ള കളേഴ്സിൻ്റെ ലിസ്റ്റ് വരും. ഇപ്പം കണ്ടില്ല, ബാക്കിയുള്ള കളേഴ്സിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കളർ 1A എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ അങ്ങ് മാറി ബ്ലൂ ആവും. അതുപോലെ തന്നെ കളർ 2A എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ ആവും. പിന്നെ ബാക്കിൽ കറക്റ്റായിട്ട് ബ്ലാക്കിലോട്ട് പോകാൻ വേണ്ടി കളർ 0A എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഏത് സിസ്റ്റമാണ്, ആ സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സിസ്റ്റം ഇൻഫോ എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. സ്പേസ് ഇടേണ്ടത് സിസ്റ്റം ഇൻഫോ. ഇപ്പം കണ്ടില്ല, എൻ്റെ സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. എൻ്റെ സിസ്റ്റത്തിൻ്റെ OS ഏതാണ്, എൻ്റെ OS വെർഷൻ ഏതാണ്, ഹോസ്റ്റ് നെയിം ഏതാണ്, അതുപോലെ എൻ്റെ പ്രോസസ് പേര് ഏതാണ്, അതുപോലെ നമ്മുടെ സിസ്റ്റം വെക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരും. ഇനി നമ്മുടെ ലോക്കൽ ഡിസ്ക് സിയിലെ ഫോൾഡേഴ്സും സബ് ഫോൾഡേഴ്സും കാണാനായിട്ട് ട്രീ എന്ന് ടൈപ്പ് ചെയ്യുക. ട്രീനെ ടൈപ്പ് ചെയ്യുമ്പം നമ്മുടെ വിൻഡോസ് ഫോൾഡേഴ്സ് എല്ലാം ഇങ്ങനെ ലിസ്റ്റായിട്ട് വരും. അതല്ലേ, അതിനകത്ത് വന്നിട്ട് ആരോ വന്നിട്ട് അങ്ങോട്ട് കൊടുത്തേക്കുന്ന എല്ലാം സബ് ഫോൾഡേഴ്സാണ്. ആദ്യം വന്നിരിക്കുന്നതാണ് മെയിൻ ഫോൾഡേഴ്സ്. ഇനി നമ്മുടെ IP അഡ്രസ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് IP കോൺഫിഗ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ലിനക്സാണ് ഉപയോഗിക്കണമെങ്കിൽ അതിനകത്ത് IF കോൺഫിഗ് എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ലിനക്സിനകത്താണെങ്കിൽ INET അഡ്രസ്സാണ് നമ്മുടെ IP അഡ്രസ്സായിട്ട് വരുന്നത്. ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ IPv4 അഡ്രസ്സ് എന്ന് പറഞ്ഞേക്കും. അതാണ് നമ്മുടെ വിൻഡോസ് ഉപയോഗിക്കുന്നവരുടെ IP അഡ്രസ്സായിട്ട് വരുന്നത്. ഇനി നമ്മുടെ സിസ്റ്റം ആരാണ് ഓൺ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ആരാ അത് ഉപയോഗിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് നെറ്റ് യൂസർ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പം നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് വരും. ഇപ്പം എൻ്റെ സിസ്റ്റത്തിൽ ഞാനാണ് ഈ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വരുന്നത്. അതുപോലുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ. സീ യു ഓൾ നെക്സ്റ്റ് വീഡിയോ.